ഹായ് ഫ്രണ്ട്സ്, ഞാൻ സജിൽ. സിവാസ് ഗാലറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇന്ന് എന്താ നമ്മൾ കാറിലിരുന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം. ഇത് ആക്ച്വലി നമ്മൾ കാറിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ കാറിൽ എടുക്കാൻ തീരുമാനിച്ചത്. നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് ഇത് ശരിക്കും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം അതായത് എൻ്റെ വണ്ടി ഫോർഡ് ഫിഗോ 2012 മോഡലാണ്. ഈ വെഹിക്കിള് എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഒരു നോയ്സ് ഡിഫറൻസ് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ നേരെ ഫോർഡിന്റെ ഷോറൂമിൽ കൊണ്ടുപോയി. ഫോർഡിന്റെ ഷോറൂമിൽ ചെന്ന് അവരോട് ചോദിച്ചു, കുറച്ചൊരു ചെറിയ പവർ ലോസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒപ്പം ഈ പറഞ്ഞ പോലെ നോയ്സിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എന്നോട് അവിടുത്തെ ഒരു അഡ്വൈസർ പറഞ്ഞതെന്ന് വെച്ചാൽ സ്കാൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇതിന്റെ മൂന്നാമത്തെ ഇഞ്ചക്ടറിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞവര്. അതായത് ഇഞ്ചക്ടർ പക്ക പ്രവർത്തിക്കണില്ല. ഒരു ഇഞ്ചക്ടറിന് 9,000 രൂപയോളം വരും അത് റീപ്ലേസ് ചെയ്യാനായിട്ട്. സോ അത് കേട്ടപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ഏതൊരാൾക്കും തോന്നും ഒരു ഇഞ്ചക്ടർ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം 9,000 രൂപ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ കോസ്റ്റ് തന്നെയാണ്. അതിനുശേഷമാണ് ഞാൻ അറിഞ്ഞത് നമുക്ക് ഒരു ഡീസൽ അഡിക്റ്റീവ്, അതായത് ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യുന്ന ഒരു ഡീസൽ അഡിക്റ്റീവ് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ ഇതാണ് ഞാൻ മേടിച്ചത്, സിസ്റ്റം ഡി എന്നുള്ള ഡീസൽ അഡിക്റ്റീവ് ഞാൻ മേടിച്ചു. അപ്പൊ ഞാൻ ഫസ്റ്റ് മേടിച്ചപ്പോൾ എനിക്ക് 100% വിശ്വാസത്തോടു കൂടി നല്ല മേടിച്ച. ഒരു 70-80% ആണ് ഇങ്ങനെ ഒരു ഐറ്റത്തിനെ കുറിച്ച് ആരും അങ്ങനെ അധികം പറയണ കേട്ടിട്ടില്ല. അത് കാരണം എനിക്ക് കാര്യമായിട്ട് അറിയണമുണ്ടായിരുന്നില്ല. സോ ഞാനിത് മേടിച്ച് എൻ്റെ വണ്ടിയിൽ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് 1 ലിറ്റർ ഡീസലിലേക്ക് 1 മില്ലിയാണ് ഇതിൽ നിന്ന് എടുത്ത് ഒഴിക്കണ്ടോ. ഇത് ഒഴിക്കാനായിട്ട് ഇതിൽ തന്നെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 5 മില്ലി 10 മില്ലി 2 ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫില്ലാവും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു 5000 കിലോമീറ്റർ ഓടി. ഒരു 5000 കിലോമീറ്റർ ഓടിയപ്പോഴേക്കും എനിക്ക് ഭയങ്കര മാറ്റമായി. അതായത് ആ നോയ്സ് കംപ്ലീറ്റ് പോയി, പവർ ലോസ് കംപ്ലീറ്റ് പോയി, മൈലേജും കുറച്ച് കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ട്. ഇത് എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഫ്യൂവൽ അടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് 10 ലിറ്റർ ഫ്യൂവൽ ആണെങ്കിൽ 10 മില്ലി ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് ഫ്യൂവൽ ടാങ്കിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരെ പോയിട്ട് നിങ്ങൾ ഡീസൽ അടിക്കുക. ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ഡീസലിന്റെ ഉള്ളിൽ ഇതിന്റെയും കൂടെ മിക്സ്ചർ ചെല്ലുമ്പോൾ ഇഞ്ചക്ടറിൽ കൂടെയാണല്ലോ നമ്മൾ സിലിണ്ടറിലേക്ക്, അതായത് എഞ്ചിനിലേക്ക് ഫ്യൂവൽ സ്പ്രെഡ് ചെയ്യണം. അതായത് ആ ഇഞ്ചക്ടറിന്റെ ഉള്ളിൽ അത് ക്ലീൻ ആവും. അതായത് ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ആയി പോകും. അതുപോലെ തന്നെ എക്സോസ്റ്റിൽ നിൽക്കുന്ന കാർബൺ ഉണ്ടാവും. അതായത് എഞ്ചിന്റെ ഉള്ളിൽ ബ്ലാസ്റ്റിംഗ് നടന്നിട്ട് വേസ്റ്റേജ് വരുന്ന ആ ഒരു കാർബൺ ഉണ്ടാവും. അതായത് കറുത്ത പുകയെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അത് മുഴുവൻ ഇത് എക്സോസ്റ്റ് കൂടെ വേസ്റ്റേജ് ആയിട്ട് കളയും. അതാണ് ഇതിന്റെ യൂസേജ്. സോ ഞാനിത് ഉപയോഗിച്ചു, നല്ല റിസൾട്ട് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഞാനിത് ഡയറക്റ്റ് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏകദേശം ഒരു 10 ലിറ്ററോളം ഫ്യൂവൽ അടിക്കാനാണ്. ഇതിലിപ്പോൾ ഏകദേശം ഒരു 5 ലിറ്ററോളം ഫ്യൂവൽ ഉണ്ടാവും. പക്ഷെ 5 ലിറ്ററിൽ ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി ഒഴിച്ചിട്ടുള്ളതാണ്. സോ നമ്മളിപ്പോൾ 10 ലിറ്ററാണ് എക്സ്ട്രാ ഒഴിക്കാൻ പോണേ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ 10 മില്ലി എടുക്കണം. ഇതിൽ തന്നെ ഓൾറെഡി അളവുണ്ട്. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ അളവനുസരിച്ച് 10 മില്ലി ആയിട്ട് എടുക്കാം. ഇതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഹാർഡായിട്ടൊന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് 10 മില്ലി എന്നുള്ളത് കറക്റ്റ് അളവ് അതിൽ കാണാൻ പറ്റും. ഉണ്ടോ? അതങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫില്ലായി വരും. ഉണ്ടോ? ഏകദേശം കറക്റ്റ് 10 മില്ലി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ് നമ്മുടെ ഫ്യൂവൽ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരെ പോയിട്ട് ഇതിലൊരു 10 ലിറ്റർ ഡീസൽ അടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒപ്പം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഡീസൽ അഡിക്റ്റീവ് ആണിത്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. വണ്ടിക്ക് നോയ്സ് എന്തെങ്കിലും ഡിഫറൻസ് കാണിക്കുന്നവരുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഇഞ്ചക്ടർ ഒരു റീപ്ലേസ് എന്നുള്ളൊരു ഓപ്ഷൻ ചെയ്യുക. കാരണം ഒരു ഇഞ്ചക്ടർ നമുക്ക് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 8,000-9,000 രൂപ വരും. ഇതിന് വെറും 300 രൂപയാണ് ഇതിന് കോസ്റ്റ് വരുന്നുള്ളത്. ഈ 300 രൂപ എന്ന് പറയുന്നത് ഇത് ആമസോണിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ കിട്ടും. ഇത് ഡീസൽ അഡിക്റ്റീവ് ഞാൻ മേടിച്ചത് സിസ്റ്റം ഡി എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ.